നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയായ ചെന്താമരയെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ഇപ്പോൾ അയാൾ ആലത്തൂർ സബ് ജയിലിലാണ് കഴിയുന്നത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അടുത്ത ദിവസം തന്നെ അപേക്ഷ നൽകുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. എന്നാൽ ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ തന്നെ 100 വർഷം വേണമെങ്കിലും ശിക്ഷിച്ചോളൂ എന്നാണ് ചെന്താമര അറിയിച്ചത്. എത്രയും വേഗം തന്നെ ശിക്ഷ നടപ്പാക്കിക്കോളൂ എന്നും പുറത്തിറങ്ങാൻ ആഗ്രഹമില്ലെന്നുമാണ് ഇയാൾ കോടതിയെ അറിയിച്ചത്. എഞ്ചിനീയറായ തന്റെ മകളെയും മരുമകനെയും ഇനി തന്റെ മുഖം കാണിക്കാനാവില്ലെന്നും പോലീസ് തന്നെ ഉപദ്രവിച്ചിട്ടില്ലെന്നും ഇയാൾ പറഞ്ഞിരുന്നു. എന്നാൽ പ്രതിയായ ചെന്താമര മനസ്താപമില്ലാത്ത കുറ്റവാളി എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ആസൂത്രണം ചെയ്ത കൊലപാതകം തന്നെയായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനു വേണ്ട സജ്ജീകരണങ്ങൾ ഇയാൾ നടത്തിയിരുന്നു. കൊല നടത്താൻ വേണ്ട കൊടുവാളും വാങ്ങിയിരുന്നു. തന്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ അയാളെന്നും പോലീസ് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരാളെ ഇനി പുറത്തിറക്കിയാൽ ഒരു പ്രദേശത്തിന് തന്നെ ഭീഷണിയാവുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ചൊവ്വാഴ്ച രാത്രി 10:30-യോടെയാണ് വീടിന്റെ സമീപത്ത് വയലിൽ നിന്ന് ചെന്താമരയെ പോലീസ് പിടികൂടുന്നത്. ഭക്ഷണം കിട്ടാതിരുന്നതാണ് പ്രതി പുറത്തിറങ്ങാൻ കാരണമായത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയപ്പോഴാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത്. ഇയാൾ വിഷം കഴിച്ചു എന്ന് പറഞ്ഞ് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇയാൾ വിഷം കഴിച്ചതിന്റെ ഒരു ലക്ഷണവും കാണാൻ കഴിഞ്ഞിരുന്നില്ല. വൈദ്യ പരിശോധനയിൽ ഒരു വിഷാംശവും കണ്ടെത്തിയിരുന്നുമില്ല. ഇതെല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇയാൾക്ക് സുധാകരനോടും കുടുംബത്തോടും കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നു. തന്റെ കുടുംബം പിണങ്ങിപ്പോകാൻ കാരണം സുധാകരന്റെ കുടുംബമാണെന്ന് ഇയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. കൂടാതെ നീളമുള്ള മുടിയുള്ള സ്ത്രീയാണ് ഇതിനെല്ലാം കാരണമെന്നും ജോൾസൻ പ്രവചിച്ചു. ഇത് വിശ്വസിച്ചാണ് 2019 സുധാകരന്റെ ഭാര്യയായ സജിതയെ ഇയാൾ കൊലപ്പെടുത്തുന്നത്. പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് സുധാകരനെയും അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നത്. മകളെ വിളിക്കാനായി വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇയാൾ സുധാകരനെ ആക്രമിക്കുന്നത്. നിലവിളി കേട്ടെത്തിയ അമ്മയും ഇയാൾ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തി. എന്നാൽ മന്ത്രവാദിയെ കണ്ടിട്ടില്ല എന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത്. പക്ഷെ ഇത് പോലീസ് വിശ്വസിച്ചിട്ടില്ല. ചെയ്തതിൽ ഒരു കുറ്റബോധവും ഇയാൾക്കുണ്ടായിരുന്നില്ല. എന്നാൽ കൃത്യം വിചാരിച്ചതുപോലെ നടത്തിയതിൽ സന്തോഷവും ഇയാൾ പ്രകടിപ്പിച്ചിരുന്നു. കൊലപാതകം നടത്തിയ ശേഷം ഇയാൾ വീട്ടിലെത്തുകയും വീടിന്റെ പിന്നിലെ വേലി ചാടിയാണ് കാട്ടിലേക്ക് ഓടുന്നത്. ഈ കാട് ഇയാൾക്ക് മനപ്പാടമായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് തിരച്ചിൽ നടത്തുന്നതെല്ലാം ഇയാൾ ഒളിച്ചിരുന്ന് കാണുകയും ചെയ്തിരുന്നു. 10ാം ക്ലാസ് വരെയാണ് ഇയാൾ പഠിച്ചത്. പ്രതിയെ പിടികൂടിയത് അറിഞ്ഞ് നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ നാട്ടുകാരുടെ വൻ പ്രതിഷേധവും അരങ്ങേറി. ഇതിൽ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റും കവാടവും തകർന്നിരുന്നു. പ്രതിഷേധം അക്രമാസക്തമായതോടെ നാട്ടുകാരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശുകയും ചെയ്തിരുന്നു.